ഹലോ, അപ്പോൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതെൻ്റെ ഒരു കുഞ്ഞു വ്ളോഗാണ്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ വ്ളോഗൊന്നും എടുക്കാനായിട്ട് എനിക്കറിഞ്ഞൂട, എന്നാൽ എന്തൊക്കെയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ഞങ്ങളിന്ന് പോണത് എങ്ങോട്ടാന്ന് വിചാരിച്ചാൽ ഒരു കുഞ്ഞു ട്രിപ്പ് പോകാമെന്ന് വെച്ചാണ് ഞങ്ങൾ പോണത്. ആൻഡ് സ്ഥലം വന്നിട്ട് പെരിങ്ങൽകുത്ത് ഡാം എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ. അങ്ങനെ നമ്മ ഈവനിങ് ആണ് ഇറങ്ങിയത് കേട്ടോ. ഒരു 5 മണിയായപ്പോഴേക്കും 5 മണിയല്ല 4 മണിയായപ്പോഴേക്കും നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ റൂട്ട് വരുന്നത് ചാലക്കുടി അതിരപ്പള്ളി പോണ റൂട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കാടിൻ്റെ ഉള്ളിൽ എത്തി തുടങ്ങിയിട്ടുണ്ട്. കാരണം ആ റോഡ് അങ്ങനത്തെ റോഡാണല്ലോ. അങ്ങനെ നമ്മൾ അതിരപ്പള്ളി എത്തിയിട്ടുണ്ട് കണ്ടോ. അപ്പം നമുക്ക് പോകേണ്ടത് അവിടെ നിന്നും കുറച്ച് പോകണം. അങ്ങനെ വാഴച്ചാലിൻ്റെ ചെക്ക് പോസ്റ്റ് ഉണ്ടല്ലോ, അത് കടന്നിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ അവിടെ ചെക്ക് പോസ്റ്റ് കിടക്കണമെങ്കിൽ നമ്മൾ നേരത്തെ എത്തണം. അപ്പോൾ ഒരു 5 മണിയാകുമ്പോഴേക്കും നമ്മൾ എത്തണം. അതുകൊണ്ട് നമ്മൾ വേഗം തന്നെ സ്പീഡിലാണ് പോണത് ഗൈസ്. അപ്പോൾ അതേ മെയിനായിട്ട് ഇതിൽ കാടാണ് കേട്ടോ എൻ്റെ വ്ളോഗിലുള്ളത്. കുറേ കാടൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്താണെന്നറിയില്ല, എന്താണ് കണ്ടതെന്ന് അറിയാത്തതുകൊണ്ട് തന്നെ കാടാണ്. അപ്പോൾ നിങ്ങൾ കാടിൻ്റെ ബ്യൂട്ടി കണ്ടില്ലേ ഗൈസ്, ബ്യൂട്ടി. അങ്ങനെ ഞങ്ങൾ ചെക്ക് പോസ്റ്റ് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് കടക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ ചെക്ക് പോസ്റ്റ് പോയി പറയണം. അങ്ങനെ അവിടെ നിന്നൊരു 4 കിലോമീറ്ററാണ് ഇങ്ങോട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഡാമിൻ്റെ പവർ ഹൗസിലാണ് കേട്ടോ ആദ്യം വന്നത്. അപ്പോൾ ഇവിടെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഇതിനെക്കുറിച്ചൊന്നും അറിയാനും അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. അങ്ങനെ കണ്ടില്ലേ, അടിപൊളി വ്യൂ ആണ്. പിന്നെ ഡാം എന്ന് പറയാനായിട്ട് അതിൻ്റെ പവർ ഹൗസാണ് കേട്ടോ അത്. അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ നമുക്ക് ആദ്യം ഒരു ഹെൽമെറ്റാണ് കേട്ടോ തന്നത്. കാരണം നമ്മളതിൻ്റെ ഉള്ളിൽ കയറുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി അവർ ഹെൽമെറ്റ് വെക്കാൻ വേറെ തന്നിട്ടുണ്ട്. അപ്പോൾ അതേ ഹെൽമെറ്റ് വെച്ചിട്ടാണ് കാർ അവർ ഓടിക്കുന്നത്. കാരണം അങ്ങോട്ട് കുറച്ചും കൂടി പോകണം നമുക്ക് അതിൻ്റെ പവർ ഹൗസ് കാണണമെങ്കിൽ. അങ്ങനെ അവിടെ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് അതിൻ്റെ കറണ്ട് ഒക്കെ ഇതാക്കുന്ന സ്ഥലം. എനിക്കങ്ങനെ കറക്റ്റൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ അതേ കാറിലൊക്കെ ഹെൽമെറ്റ് വെച്ചിട്ടാണ് വണ്ടി ഓടിക്കണ സീനാട്ടോ. അപ്പോൾ അതേ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ അവിടെ നമ്മൾ കുറേ കാര്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അവർ. പിന്നെ അവിടുത്തെ വ്യൂ എന്ന് പറയാനായിട്ട് അടിപൊളിയായിട്ടുള്ള വ്യൂ ഉള്ള സ്ഥലമാണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഈവനിങ് ആയതുകൊണ്ട് തന്നെ അധികം നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും പിന്നെ അവിടുത്തെ കുറേ കാര്യങ്ങളൊക്കെ കണ്ടും ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെയൊക്കെ കണ്ടില്ലേ ഞങ്ങൾ. പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് അവരുടെ പവർ ഹൗസ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പോവാണ് ഗൈസ്. കാരണം ഇനി നമുക്ക് നമ്മുടെ സ്റ്റേ ചെയ്യണ സ്ഥലത്തോട്ട് പോകണം. അത് ഇവിടെ നിന്ന് കുറച്ച് 10 കിലോമീറ്റർ ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോഴേക്കും നമ്മുടെ വൈകുന്നേരമായിട്ട് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ പറയും വേണ്ട, കാട്ടിൽ വൈകുന്നേരം പോകാനായിട്ട് നൈസാണ്. അങ്ങനെ നമുക്ക് പോവാം അങ്ങോട്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ് കേട്ടോ, നമ്മുടെ സ്റ്റേ ചെയ്യണ സ്ഥലത്തേക്ക്. അപ്പോൾ ഈ ഒരു പ്ലേസ് വന്നിട്ട് നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഫുൾ കാടായതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അങ്ങനെ നമ്മൾ പോവാണ്. അപ്പോഴേക്കും വൈകുന്നേരമായി തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് വ്യൂ നോക്കൂ ഗൈസ്. അങ്ങനെ നമ്മൾ സ്റ്റേ ചെയ്യണ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇത് വന്നിട്ട് ഒരു ക്വാർട്ടേഴ്സാണ്, അതായത് അവരുടെ. അപ്പോൾ അവിടെയാണ് നമ്മൾ ഇന്നത്തെ സ്റ്റേ. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് തൊട്ടടുത്തുള്ള ഒരു ബംഗ്ലാവ് പോലത്തെ സ്ഥലമുണ്ട്. അങ്ങോട്ട് നമ്മൾ നടന്നു. കാരണം കുറച്ചുണ്ടായിരുന്നുള്ളൂ നമുക്ക് നടക്കാനായിട്ട്. അപ്പോൾ വൈകുന്നേരമായിരുന്നു നമ്മളത് നടന്ന കേട്ടോ. ഫുള്ള് കാടാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നേക്കാണ്. അപ്പോൾ ഈ ഒരു സ്ഥലം എന്ന് പറയാനായിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്. കാരണം പഴയ ഒരു ബിൽഡിംഗ് ആണ്, ഫുള്ളി നല്ല രസമുണ്ട്. അപ്പം നമ്മൾ അതിൻ്റെ സൈഡിൽ കൂടെ പോയിട്ടുള്ളതിൽ കൂടെ വന്ന് നമ്മൾ ഫുഡ് കഴിക്കാതിരിക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഫുഡ് കഴിക്കാൻ കാരണം നല്ല വിശക്കുന്നുണ്ടായിരുന്നു നമുക്ക്. അപ്പം നമുക്ക് കഴിക്കാനായിട്ട് ഉണ്ടായിരുന്നത് ചപ്പാത്തി ഉണ്ടായിരുന്നു ഗൈസ്, പിന്നെ ചിക്കൻ ഫ്രൈയും മീൻ കറി ഒക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അത് കഴിച്ചു. പിന്നെ അതേ ഞാൻ വീഡിയോസൊന്നും എടുത്തില്ലായിരുന്നു, നമ്മൾ കഴിച്ച് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ പോകാൻ നിൽക്കുകയാണ് ഗൈസ്. കാരണം ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നല്ലപോലെ കഴിച്ചായിരുന്നു. പിന്നെ ഈ ഒരു
സ്ഥലത്തിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ കുറേ എടുത്തായിരുന്നു. കാരണം നല്ല രസമുണ്ട്. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സ്ഥലത്തോട്ട് വന്നിട്ട് ഫുഡൊക്കെ കഴിക്കണത്. പിന്നെ അതിനെ കണ്ടിട്ടില്ല, ഫുള്ള് ഇതാണ്. അപ്പം നമ്മളത് വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലല്ലോ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിലോട്ട് പോകണം. അവിടേക്ക് നമ്മൾ നടന്നു തന്നെയാണ് പോകേണ്ടത്. കാരണം നമ്മൾ അവിടെ തൊട്ടടുത്താണ് കേട്ടോ ഈ സ്ഥലം. പിന്നെ അവിടെ വന്ന് കുറച്ച് നേരം നമ്മൾ വർത്താനമൊക്കെ ഇരുന്നായിരുന്നു. ഗൈസ്, നമ്മൾ ഉറങ്ങാൻ പോവാണ്. ബൈ പറയാം മാമ. ബൈ ബൈ. ഇന്നത്തെ വ്ളോഗ് ഇവിടെ എൻഡിങ് ആണ്. നാളെ പുതിയ വ്ളോഗാണ്. ബൈ ബൈ. സീ യു.